നാട്ടിൽ ഈ പൊടിമഴയത്ത് വെളുപ്പാങ്കാലത്ത് 4:50 ഞാൻ തിരിച്ചത്. റെയിൽവേ സ്റ്റേഷനിലേക്കൂടെ യാത്രയാണ്. എവിടത്തേക്കാണ് അറിയാമോ? അതെ, കണ്ണനെ കാണണമെന്ന് തോന്നി ഗുരുവായൂരൊക്കെ നേരെ വെച്ച് പിടിച്ചു. വ്യാഴാഴ്ചയാണെന്ന് ഓർത്തില്ല, നല്ല തിരക്കായിരിക്കുമെന്ന് പിന്നീട് മനസ്സിലായത്. എന്തായാലും നേരെ കായംകുളം സ്റ്റേഷനിൽ ചെന്ന് ഏറനാട് എക്സ്പ്രസ്സിൽ കയറി നേരെ തൃശ്ശൂരിൽ നിന്ന് നേരെ ടാക്സി പിടിച്ച് ഗുരുവായൂർ. എന്തായാലും തീരുമാനിച്ചിറങ്ങിയതാണ്. പിന്നെ കണ്ണൻ ദർശനം നല്ല രീതിയിൽ തന്നു. ഒരുപാട് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. തിരക്കുണ്ടായിരുന്നു. എന്നാലും ഒരു 12:30 1 മണിയായപ്പം ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ടയേർഡായി, എന്നാലും സന്തോഷം, സംതൃപ്തി, പ്രസാദമെല്ലാം കിട്ടി. ഹാപ്പിയായിട്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അവിടെ അടുത്തൊരു കടയുണ്ട്, നമ്മുടെ പാൽപ്പായസമൊക്കെ കിട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ആ കവറൊക്കെ കിട്ടുന്നതിൻ്റെ തൊട്ടടുത്ത്. ഇത് നല്ല ഒറിജിനൽ സ്പ്രേ ആണ്. സ്പ്രേ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ പോലെ നല്ല ദേഹത്തൊക്കെ പുരട്ടിയാൽ നല്ല മണമാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇപ്പം റെഗുലറായിട്ട് മേടിക്കാറുണ്ട്. പിന്നെ തിരിച്ച് കേരള എക്സ്പ്രസ്സിന് നാട്ടിലേക്ക്. പിന്നീട് പോയത് അമ്പലപ്പുഴ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയിൽ ഇല്ല. ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു. അമ്പലപ്പുഴ രാവിലെ ഭഗവാനെ കാണാൻ പോയി. പക്ഷേ അവിടെ പാൽപ്പായസം കിട്ടാൻ ഒരുപാട് നേരം നിൽക്കേണ്ടി. എന്നാലും അത് ഇതൊക്കെ എല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് പ്രത്യേക രസമാണ്. അങ്ങനെ 1:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാൽപ്പായസവും കിട്ടി. തിരിച്ച് വീണ്ടും പന്തളത്തേക്ക്. എല്ലായിടത്തും കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. മാങ്ങ. മുംബൈയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അജിത്ത് എന്ന് പറഞ്ഞ ആളിനെ കണ്ടു. എന്നെ തിരിച്ചറിഞ്ഞു, സംസാരിച്ചു. നമ്മുടെ അടുത്താണ്, ഇനി കാണാമെന്ന് വിചാരിച്ചു.